അധികാരത്തിലേറി ആദ്യം തന്നെ വിജയ് പണി കൊടുക്കുന്നത് മദ്യമാഫിയയ്ക്കാണ്. ടാസ്മാക് മുതൽ മദ്യമാഫിയയ്ക്ക് വരെ പണി കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നല്ലതായിരിക്കുമോ വിജയുടെ മുന്നോട്ട് പോക്കിന്? അതോ ഇത് പ്രശ്നമാകുമോ? മദ്യത്തിൽ തൊട്ടവരെല്ലാം വീണിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ഇത് കേരളത്തിലടക്കം അങ്ങനെയാണല്ലോ. പിന്നെ അവർ ഭയങ്കര ശക്തമായ ഒരു ലോബിയാണ് മദ്യ ലോബി. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒറ്റ അടിക്ക് 717 717 ടാസ്മാക് ഔട്ട്ലെറ്റുകളാണ് പൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വിജയുടെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണത്തിലെ പ്രഖ്യാപനം തന്നെയായിരുന്നു ഇത്. കാര്യം ഇതിനകത്ത് ഇതിനു മുമ്പുള്ള 2 ഓർഡേഴ്സിനൂടെ കാണേണ്ടതുണ്ട്. ഒന്ന് മറ്റേ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്ക്വാഡ്, മയക്കുമരുന്ന് കണ്ടെത്താനുള്ള സ്ക്വാഡ്, പിന്നെ ഇപ്പോഴത്തെ ഈ മദ്യ ഷോപ്പുകൾ അടച്ചുകൊണ്ടുള്ള ഒരു, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡ്, അത് ആരാധനാലയങ്ങൾ, ഇവയ്ക്ക് 500 മീറ്റർ അകത്തുള്ള എല്ലാം അടച്ചുപൂട്ടാനാണ് അദ്ദേഹം ഓർഡർ ഇട്ടിരിക്കുന്നത്. കാരണം അത് തമിഴ്നാട്ടിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ DMK ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ. അതായത് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ നേരെ അതിക്രമം നടക്കുന്ന ഏറ്റവും കുറവ് ശതമാനമുള്ള സ്റ്റേറ്റാണ്. പക്ഷെ അതുപോലും ഇല്ലാതിരുന്ന ഒരു സ്റ്റേറ്റായിരുന്നു തമിഴ്നാട്. കാരണം അവിടെ ഈ സ്ത്രീ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ പോലും അമ്മ എന്ന് വിളിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സ്വാധീനമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഈ പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരു അസാധാരണമായ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ, രാത്രിയും പകലുമൊക്കെ സൈക്കിളിലൊക്കെ പോകുന്ന നമുക്ക് കാണാം. തീരെ പേടിയില്ലാതെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹമാണ് സ്ത്രീകളവിടെ തമിഴ്നാട്ടിൽ. അത് ഗ്രാമങ്ങളിലാണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും. അതവിടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം. ആ കൾച്ചറിനെ ഈ DMK കഴിഞ്ഞ ഈ വർഷത്തെ കഴിഞ്ഞ ഈ DMK കാലഘട്ടത്തിൽ അതിനെ തകർത്ത് കളഞ്ഞു. ഒരുപാട് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ബലാത്സംഗ കേസുകൾ, ബലാത്സംഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ ബലാത്സംഗത്തിന് ഒരു പെൺകുട്ടി ഇരയാക്കിയിട്ട് തന്നെ കൊന്നുകളയുന്നു. അതേപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിൽ ഈ സംഗതി ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ മയക്കുമരുന്നിൻ്റെയും മദ്യം ഒഴുകുകയായിരുന്നു. ഇപ്പോൾ 4765 ഔട്ട്ലെറ്റുകളായിരുന്നു. ഒന്ന് ആലോചിച്ചോണം, ഒരു സ്റ്റേറ്റിൽ 4765 ഔട്ട്ലെറ്റുകളാണ്. അപ്പോൾ നേരത്തെ പ്രിയം ചോദിച്ചില്ലേ ഇത് വലിയ പ്രശ്നമാകുമെന്ന്. തീർച്ചയായിട്ടും പ്രശ്നമാവും. ഇപ്പോൾ ഈ 717 ഔട്ട്ലെറ്റിൽ അടച്ചു എന്ന് പറയുന്നു. ഒരു ദിവസം ഈ മദ്യലോബിക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഭീകരമായ നഷ്ടമായിരിക്കും. മിക്കവാറും ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് മിനിമം ഒരു ഈ അടിസ്ഥാന ലാഭം എന്ന നിലയ്ക്ക് മിനിമം 1 ലക്ഷം രൂപ വെച്ച് കണക്കൂട്ടിയാൽ പോലും ഇവർക്ക് 700 ലക്ഷം രൂപ നഷ്ടം ഒരു ദിവസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് അറ്റാദായത്തിൽ അല്ലേ, മിനിമം അത്ര ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ അവരിപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ ഔട്ട്ലെറ്റ്, ഈ ടാസ്മാക് ഔട്ട്ലെറ്റുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 50 രൂപയുള്ള മദ്യമാണെങ്കിൽ അത് തോന്നിയ വിലയ്ക്കാണ്, ഈ ആൾക്കാർ കൂടുകയാണെങ്കിൽ തോന്നിയ വിലയ്ക്കാണ് ഈ വിറ്റിരുന്ന സംഗതി. അതും ഈ ഗവൺമെൻറ് വഴി കൊടുക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് അതാ പറഞ്ഞ അപാരമായ ഒരു ലാഭം മേഖലയാണത്. വൃത്തിയില്ലായ്മ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അത് കാരണം ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ടല്ലോ. ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു അന്തരീക്ഷം ഒന്നുമല്ലല്ലോ അവിടെ. അപ്പോൾ അത് നിൽക്കുന്നതോടുകൂടി വലിയൊരു പ്രത്യാഘാതം ഉണ്ടാവും. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഈ മദ്യ ലോബി എന്ന് പറയുന്നത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, 4765 ഔട്ട്ലെറ്റുകൾ നടത്തുന്ന ഒരു മദ്യ ലോബിക്ക് ഒരു ദിവസം കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കോടിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അതായത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഉദാഹരണത്തിന് 717 കുട്ടി നമുക്കൊരു 700 ലക്ഷം രൂപ ഒരു ദിവസം നഷ്ടം വരുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലാഭത്തിൽ കുറവുണ്ടാവുമെന്ന് വിചാരിക്കുക. നഷ്ടത്തിൻ്റെ അല്ല, ലാഭത്തിൽ കുറവുണ്ടാവുമെന്ന് വിചാരിക്കുക 700. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4765 ഷോപ്പുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും തന്നെ എത്ര ലക്ഷം വരും, എത്ര കോടി വരും അല്ലേ? അപ്പോൾ ഒരു ദിവസം അത്രയും കോടി റുപ്യാണ് ഇവർക്ക് നഷ്ടം ഉണ്ടാകുന്നത്. അത് അപ്പോൾ ഈ മദ്യലോബിയുടെ ഒരു സൈസ് ആലോചിച്ച് നോക്കണം. അവരുടെ സാമ്പത്തികമായ ശേഷിയെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. ഉദാഹരണത്തിന് ഇപ്പം പിന്നെ വിജയുടെ മന്ത്രിസഭയെ മറിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും പ്രവർത്തിക്കും. കാര്യം ഈ രീതിയിൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജനപിന്തുണ കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്ത്രീകളുടെക്കെതിരെയുള്ള ആക്രമണം വീടിന് പുറത്ത് മാത്രമല്ല, വീട്ടിനകത്തും വലിയ പ്രശ്നമായി. സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു.
കാര്യം ഈ 4765 ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കപ്പെടുന്ന മദ്യം മുഴുവൻ അവിടുത്തെ തമിഴ്നാട്ടിലെ ആണുങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കണക്ക് സ്ത്രീകൾ അത്രയും അധികം പിന്നെ ഔട്ട്ലെറ്റിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന അവസ്ഥയൊന്നും തമിഴ്നാട്ടിലായിട്ടില്ല. അതുകൊണ്ട് ഇതിട്ട് ഇവരിവിടെ വന്ന് ഇവർ വീടുകളിലേക്ക് ചെന്നിട്ട് ഗാർഹിക പീഡനം ഒരു ഭാഗത്ത്, അങ്ങനെ വയലൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് അതിശക്തമായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും നമ്മൾ വിചാരിക്കാത്ത, ആരും തന്നെ കരുതാത്ത രീതിയിൽ ഈ വിജയ്ക്ക് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകാനുള്ള ഒരു കാരണം സ്ത്രീകളുടെ വോട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ആക്രമണം. ഇവർക്കൊരു മോചനം വേണം. കാരണം രണ്ട് മുന്നണികളും വലിയ വ്യത്യാസമില്ലാതെ സംഗതികൾ ഓടിച്ചുകൊണ്ട് പോകും. രണ്ട് മുന്നണി വന്നാലും ഈ മദ്യ ലോബി വളരെ ശക്തമായിരിക്കും, അവരുടെ അതിൽ നിന്ന് പിടിയുണ്ടാവുന്നില്ല. പിന്നെ ഈ ഒരു സംഗതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളും വികസിക്കും. സമാന്തരമായിട്ട് ഇതുവരെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഒരു ലോബിയും കൂടെ ആയിരുന്നു തമിഴ്നാട്ടിലുണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഈ അവിടുത്തെ സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ജീവിതം പൊറുതിമുട്ടിയൊരവസ്ഥയെത്തി. ഈ തമിഴ്നാട്ടിൻ്റെ തുറമുഖങ്ങൾ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഹബ്ബായിട്ടൊക്കെ മാറുന്നൊരവസ്ഥയിലേക്ക് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ലാഭവിഹിത എങ്ങോട്ടൊക്കെ പോകുന്നു? നമുക്കൊരു വളരെ സാമാന്യ വ്യക്തി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം DMKയുടെ ഇലക്ഷൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഓരോരോ മന്ത്രിമാരുടെയും ഓരോരോ MLAമാരുടെയും വീടുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടുകണക്കിനാണ് പണം പിടിച്ചെടുത്തത്, അല്ലേ? പണം വാരി വിതറുകയായിരുന്നു. അതുപോലെ തന്നെ ഓരോ വോട്ടിന് 10,000 രൂപ വെച്ച് വരെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ DMK മുന്നണിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഉദാഹരണത്തിന് അവിടെ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ 9-ാം തീയതിയാണല്ലോ റിസൾട്ട്, അല്ലേ? 9-ാം തീയതി റിസൾട്ട് വന്നു. 9-ാം തീയതി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ 4-ാം തീയതി റിസൾട്ട് വന്നു. ഏപ്രിൽ 9 ഇലക്ഷനായിരുന്നു. അപ്പോൾ 4-ാം തീയതി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ CPMൻ്റെ മറ്റേ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കാര്യം ഇത് വളരെ ഫാസിസ്റ്റ് സമീപനങ്ങളാണ് ഉണ്ടായിരുന്നത്, പണാധിപത്യം കൈയടക്കി വോട്ടിന് വേണ്ടി പണം ചെലവഴിച്ചു, അതായത് DMK മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു 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 അവസ്ഥയായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത്രയും കോടിക്കണക്കിന് റുപ്യ ഈ മദ്യലോബി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിഹിതം എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് തമിഴ്നാട് പൊളിറ്റിക്സിന് ഇത്രയധികം മലീമസമാക്കിയത്. അതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ശരിക്കും ഇപ്പോൾ വിജയ്ക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയൊരു പിന്തുണയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മദ്യലോബി വീണ്ടും ആക്റ്റീവ് ആകും. കാരണം അവർക്ക് ഫസ്റ്റ് മെസ്സേജ് കിട്ടി, അല്ലേ? ഇതൊരു വാണിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഒരു കിടക്കും ഈ സാധനം. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഒരു പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പം വിജയുടെ മന്ത്രിസഭ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കഷ്ടിച്ചപ്പോൾ, കാരണം 107, ഇപ്പം വിജയ് ഇപ്പോൾ 2 സ്ഥലത്ത് മത്സരിച്ചുകൊണ്ടാണ് 108 സീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 107 സീറ്റ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ CPI, CPM, അതേപോലെ തന്നെ VCK, മുസ്ലിം ലീഗ്, ഇത്രയും ഇതുകൊണ്ടാണ് 120 ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ്, അപ്പോൾ 120 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ AIDMK വലിയ സമ്മർദ്ദം ആവുന്നുണ്ട്. AIDMK ഇപ്പോൾ 23 പേരാന്ന് തോന്നുന്നു, അല്ലേ? 21 പേര് AIDMK പിളർന്നു വന്നിട്ടുണ്ട്. അതിനകത്തുള്ളതെല്ലാം ഭൂലോക അഴിമതിക്കാരാണ്. അതിനകത്തുള്ള ഷൺമുഖം എന്ന് പറയുന്നത്, ഷൺമുഖം വേലിപ്പിള്ള എന്നൊക്കെ പറയുന്നത് അവരുടെ പുറത്ത് കോടിക്കണക്കിന് റുപ്യയുടെ അഴിമതി ആരോപണങ്ങളാണ്. ശരിക്കും ചെറിയൊരു അന്വേഷണം നടത്തിയാൽ പോലും ജയിലിൽ കിടക്കേണ്ട വ്യക്തികളാണ്. അപ്പം ഈ പിന്നെ സത്യപ്രതിജ്ഞാ ദിവസത്തെ വിജയുടെ പ്രസംഗം ഉണ്ടായിരുന്നു, ഞാൻ തപ്പ് പണില്ല, അതുപോലെ തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുകയുമില്ല. അപ്പോൾ ആ പ്രസ്താവന ഇറക്കിയ പശ്ചാത്തലത്തിൽ ഈ AIDMK പിളർന്ന കൂട്ടരുടെ സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജയ്ക്ക്. പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. ഈ മാഫിയ, ഞാൻ സാറിന് ചോദിക്കാനുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ TVK എന്ന് പറയുന്ന തമിഴക വെട്രി കഴകത്തിൻ്റെ ഒരു ഭാഗത്തിനെ തന്നെ ഈ മാഫിയകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു MLAക്ക് ഒരു 10 കോടിയോ 20 കോടി റുപ്യ കൊടുക്കാമെന്ന് വെച്ചു, അത്രയൊന്നും വേണ്ട, അല്ലേ? ഒരു MLA വിലയ്ക്ക് വാങ്ങിയാണ് ഇപ്പോൾ 1 കോടിയോ 2 കോടിയൊക്കെ കൊടുത്ത് ഒരു MLA സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും അത്തരമുള്ള ഒരു നീക്കത്തിലേക്ക് പോകും. കാര്യം അവിടെ ഒരാലോചന വന്ന് ശ്രദ്ധിച്ചു പോകണം. DMKയും AIDMKയും കൂടെ ചേർന്നിട്ട് ഭരിക്കാനുള്ള ആ ഒരു ചിന്ത, ഒരു സാധ്യതയാണ് കാണിക്കുന്നത്.
മനസ്സിലല്ലേ? ഈ തമിഴ്നാട് പൊളിറ്റിക്സിൽ ഒരുവിധ അലൈൻമെൻറ്റ് ഐഡിയോളജിയുമില്ല. എങ്ങനെ വേണമെങ്കിലും മാറി മറിയാമെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ലക്ഷണമാണ് AIDMK DMK അലയൻസിനെ കുറിച്ച് ചിന്തിച്ചത്. എടപ്പാടി പളനിസ്വാമി 3:30 മണി ഈ വിജയിയുടെ സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം 3:30 മണിക്ക് ഗവർണറെ കാണുമെന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അതായത് മിനിസ്ട്രി ഫോം ചെയ്യാനായിട്ടായിരുന്നു, DMKയുടെ സപ്പോർട്ടോടുകൂടി. അപ്പം ഇത്തരം ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ ഒരു 3-2 MLA-മാരെ കൊണ്ട് പോയാൽ മതിയല്ലോ. ഇപ്പോൾ 107 MLA-മാർ, ഒരു 35-40 MLA-മാരെ വില കൊടുത്ത് വാങ്ങിക്കുക. ഒരു 40 MLA-മാർക്ക് എത്ര കോടി ഉറുപ്പിക വേണ്ടി വരും? ഒരു 150-200 കോടി അവർക്ക് പ്രശ്നമല്ല. ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മതി അല്ല. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന 4000 ശിഷ്ടം, ആ 4000 ശിഷ്ടം ഔട്ട്ലെറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം മതി. കാര്യം ഇവർക്ക് ഇതിനകത്ത് ഈ 717 എണ്ണം വിറ്റെങ്കിലും അതിനകത്തു നിന്നുള്ള ബിസിനസ്സും ഇതിലേക്ക് വരും ഒരു പരിധി വരെ, അല്ലേ? അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് ഇതൊരു സൂചനയായിട്ട് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ, കാര്യം ഇനി വിജയ് ഏത് രീതിയിലായിരിക്കും പോവുക എന്നവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ 2 സ്ക്വാഡുകൾ വെച്ചിട്ടുണ്ട്. രണ്ടായാലും അയാളത് ചെയ്യും. അത് കാര്യം കാരണം അയാൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിക്കാർക്ക് കൂടെ കൂട്ടുനിന്നിട്ട് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, ധാരാളം ഉണ്ട്. ഇനി കാശുണ്ടാക്കിയ ഒരു പക്ഷേ കാശ് കണ്ട് ബോറടിച്ചിട്ടായിരിക്കും ചിലപ്പം മൂപ്പര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇയാളത് ചെയ്യും എന്നുള്ളതൊരു ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ അയാൾക്കത്, പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പിന്നിലൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്. കാര്യങ്ങൾ എടുക്കാനും തീരുമാനിക്കാനും മോണിറ്റർ ചെയ്യാനും ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരും അത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയവും ഇവിടെ മോണിറ്റർ ചെയ്യാൻ നിർബന്ധിതരാകുവാണ് അവർ. കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ ഈ മദ്യലോബി ഏത് നിമിഷം വേണമെങ്കിൽ ഈ സർക്കാരിനെ മറിച്ചിടാനുള്ള ശ്രമത്തിലേക്ക് പോകും. കാര്യം ഈ വിജയ് ഫാക്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആര് വന്നു കഴിഞ്ഞാലും അവരുടെ കയ്യിൽ നിൽക്കും. ഇപ്പോൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK ഗവൺമെൻറ് മദ്യ ലോബിയുടെ പിടിയിലായിരുന്നു, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനമാണ് ശരിക്കും വിജയിലൂടെ. അത് ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് പലരും അത് വേണ്ട രീതിയിൽ കാണാതെ പോയി. ഒരു കൾച്ചറൽ ആസ്പെക്റ്റ്. ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ടീനേജേഴ്സ്, കാരണം ഈ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ വളരെ ഒരു പ്രത്യേക ലോകമല്ലേ. എല്ലാം ഈ മൊബൈൽ റീലുകളിലൂടെയും അല്ലാതെയും എല്ലാം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളും ഈ പറഞ്ഞതുപോലെ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു, അവർ മയക്കുമരുന്നിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു അതുപോലെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അതിൻ്റെ കാരണമായിട്ട് പ്രവർത്തിക്കുന്നത് മയക്കുമരുന്നും മദ്യമാണെന്ന് വരുന്നു. അപ്പോൾ അതിനെതിരെയുള്ളൊരു സംഗതിയാണ്. സ്വാഭാവികമായിട്ടും അത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മദ്യ മാർക്കറ്റാണ് തമിഴ്നാടെന്നുള്ളത്. ആ മാർക്കറ്റിനെ ഇല്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യലോബി എനിക്ക് തോന്നുന്നില്ല അത് അടങ്ങിയിരിക്കും, എനിക്കൊന്നും തോന്നുന്നില്ല. അത് വിജയിക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയൊരു ഭീഷണിയായിരിക്കും. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതനുസരിച്ചിരിക്കും വിജയുടെ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഭരണത്തിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്നത് അത് തന്നെയായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.